നൈറ്റി കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ചെയ്തിട്ടും സംശയം ബാക്കിയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ആദ്യമായിട്ട് ചെയ്യണമല്ലോ പറയുമ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കലുണ്ട്. പക്ഷേ കട്ട് ചെയ്തത് ഞങ്ങൾ ഇനിയിപ്പോൾ ഇതെന്താ കാട്ടിൽ എന്താ അടിക്കലെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യണവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. നമുക്ക് അറിയാത്തതെന്ന് പറയാനുള്ള ആദ്യമേ അടിക്കണോല് ഇത് കാണണ്ട കേട്ടോ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച പീസിനെ ഫ്രണ്ട് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബാക്ക് പീസാണ്. അതിതാ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ കൈക്കൊക്കെ എടുത്തതിന് ബാക്കിയുള്ള ചെറിയ പീസുകളുണ്ടാവും, അതിലൊരു പീസ് എടുക്കുക. ക്രോസ് പീസ് തന്നെ വേണമെന്നുള്ള നിബന്ധന ഒന്നുമില്ല. ക്രോസ് പീസ് ഇല്ലെങ്കിലും നമ്മുടെ ബാക്ക് നെക്ക് നന്നാവും. കടയിലേക്കൊക്കെ അടിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആക്കി അടിക്കുമ്പോൾ മാത്രം ഇത് മതി. ഇതാ ഞാൻ ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. ക്രോസ് പീസ് ഒന്നും എടുത്തുകൊണ്ട് ടൈം കളയലില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വലുപ്പത്തിലുള്ള അത്ര വീതി വേണമെന്നൊന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യുക, റൗണ്ടാക്കിയിട്ട് അടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചതുരത്തിലാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഭാഗം എത്തുമ്പോൾ അങ്ങനെ ഇതായിട്ടിട്ട് അതിൻ്റെ നീഡിലിൻ്റെ സൂചിൻ്റെ ആ ഒരു പോയിൻ്റ് മാറ്റി കൊടുക്കണം. റൗണ്ട് ആകുമ്പോൾ അതൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇങ്ങനെ അടിച്ചു പോയാൽ മതി. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടാൽ മാത്രം മതി. അളവിന് പീസ് എടുക്കും വേണ്ട. ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടാണ് എടുക്കുക. ബാക്കി വരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. ആദ്യമായിട്ട് ചെയ്യണമല്ല കാര്യങ്ങളാണ് ഞാൻ ഈ പറയേണ്ടതൊക്കെ. ഇങ്ങനെ ഒന്നല്ല എന്ന് പറഞ്ഞാൽ ആരും വരണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ അടിച്ച ബാക്കിയുള്ള ആ ഒരു 1/2 ഇഞ്ച് ഭാഗത്ത് നന്നായിട്ട് വിട്ടിട്ട് കൊടുക്കുക. ആ സ്റ്റിച്ചുമ്മ തട്ടരുത് കേട്ടോ. സ്റ്റിച്ചുമ്മ തട്ടാതെ അതിൻ്റെ അപ്പുറത്തായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതായത് ഇതുപോലെ ചെറിയ ചെറിയ വരവുകളാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുക്കേണ്ട അതേ ഒരു വൃത്തി കിട്ടും. അങ്ങനെ എവിടെയെങ്കിലും ഇട്ട് വരഞ്ഞാൽ പോരെ, എല്ലായിടത്തും ആ മൂലകളിലൊക്കെ നന്നായിട്ട് അരികു തട്ടണ രീതിയിൽ എന്ത് ചെയ്യുക, വരട്ട് കൊടുക്കുക. സ്റ്റിച്ചുമ്മ തട്ട് വെച്ചിട്ട് കുറേ ഇങ്ങോട്ടും ആക്കരുത്. സ്റ്റിച്ചുമ്മ തട്ടും ചെയ്ത് ആ രൂപത്തിലാവണം. സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് വരെ എത്തണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളത് മടക്കുമ്പോൾ കറക്റ്റ് റൗണ്ടായിട്ട് വരിക. അപ്പോഴാണ് നമ്മളെ കേരളത്തിൻ്റെ മേപ്പാരി വളഞ്ഞും തെളിഞ്ഞൊക്കെ വരും. ഇതിങ്ങനെ ആകുമ്പോൾ അങ്ങനെയൊന്നും വരില്ല. ആദ്യം തന്നെ അതിൻ്റെ വേസ്റ്റ് പീസ് ഒഴിവാക്കി കൊടുക്കണ്ട. ഇനി ഇത് ഇങ്ങനെ ഇപ്പം തന്നെ അടിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ പോലെ മൊത്തത്തിൽ 2 പീസും കൂടി അടിച്ചതിൻ്റെ ശേഷം ചുരിദാറിൻ്റെ ഒക്കെ കഴുത്തടിക്കണ പോലെ അങ്ങനെ കൂട്ടിയിട്ട് അടിക്കുകയും ചെയ്തു. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യണമല്ലോ അങ്ങനെ റിസ്ക് ഒന്നും എടുക്കണ്ട. ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി. ഇനി നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിയാണ്. ഒന്നായിട്ട് ഒരുമിച്ച് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇത്തിരി മടക്കി അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അത് ആ കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടും. ഇനി നമുക്കിതിന് വേസ്റ്റായിട്ട് വരുന്നത് ആദ്യം തന്നെ വേസ്റ്റ് ഒഴിവാക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ തുണി ചിലപ്പം മതിയായില്ല എന്ന് വരും. ഇതാ കണ്ട നല്ല റൗണ്ടായി വന്നിട്ടുണ്ട് നമ്മുടെ ബാക്ക് നെക്ക്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ ബാക്ക് നെക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിനുള്ള കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ട് പീസല്ല, ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൈ അടിച്ച് വെക്കുക. ഏറ്റവും എളുപ്പമുള്ള ആദ്യം ചെയ്ത് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള ഈ നെക്കല്ലേ. ഇനിയിപ്പോൾ അതുമല്ല, നമുക്ക് മൂടുള്ള ടൈമിൽ എന്ത് ചെയ്യുക, നെക്ക് ക്ലിയർ ആക്കുക. അല്ലാത്ത ടൈമിൽ ഇങ്ങനെ കൈ കൂട്ടുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് കൈയിന് പീസായിട്ട് കിട്ടുക ഇങ്ങനെയുള്ള പീസുകളാണ്. 290ൻ്റെ പീസാണ് ഇട്ടത്. ഇത്രയും പീസൊന്നും കിട്ടൂല. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റിയാണ്. അതുകൊണ്ട് അടിഭാഗത്തു നിന്ന് 52 ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ 56 സൈസിൽ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് 4 ഇഞ്ച് ഏറെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പീസ് ഉള്ളത്. നമ്മൾ കയ്യിനാവുമ്പോൾ കയ്യിന് പീസ് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് കയ്യിന് പീസ് കിട്ടാത്തത്. ഇങ്ങനെ തലങ്ങും വിലങ്ങും ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരേ ഒരു ഇത് കിട്ടും. അങ്ങനെ തലങ്ങും വിലങ്ങും വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മളെ കൈക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഇനി കാണാത്തവർ അത് പോയിട്ട് കാണുക. ചിലരിത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഈ ചെറിയ പീസുകളൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് വെച്ച് കൊടുക്കില്ല. പക്ഷെ അത് വൃത്തിയേടൊന്നും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ തലങ്ങും വിലങ്ങും വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് പുറത്തേക്ക് തോന്നുമ്പോൾ അത് ഒരേ ലെവലിലാണ് കിട്ടുക. പിന്നെ ഒരേ ലെവലിൽ തന്നെ കിട്ടുകയാണെങ്കിൽ 3/20ൻ്റെ പീസ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പീസ് എടുക്കണം. 290ൻ്റെ മെറ്റീരിയൽ വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അതെന്ന് വെച്ചിട്ട് വൃത്തിയേടൊന്നുമില്ല. അത്യാവശ്യം ലെവലിലൊക്കെ ഉണ്ടാവും. നമുക്ക് കിട്ടാറുള്ള നമ്മൾ ഈ ബിസിനസ്സിന് എടുക്കുന്ന പീസുകൾ ഇങ്ങനെ തന്നെ കിട്ടുള്ളൂ. ഇത് കണ്ടോ. അപ്പോൾ 2 ഭാഗം ഒരേ വലുപ്പത്തിൽ കിട്ടി. ഇനി നമുക്ക് ആ കൈയിൻ്റെ ആ ഭാഗം കൂടെ ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കൈ ഇവിടെ റെഡിയായി.
അപ്പോൾ 2 കൈയും നമ്മളിപ്പോൾ ഇതാ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലുള്ളൊരു ചെറിയ പീസ്. ഇതിനെടുത്തതിൻ്റെ ബാക്കിയുള്ള പീസാണ്. ഒരു പീസ് കൊണ്ട് ഇപ്പോൾ നമ്മൾ ബാക്ക് നെക്കിനെടുത്ത് ഇനി ഒരു പീസ് ഇതാ നമുക്ക് ഷിബ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അത് ഷിബ് ഇങ്ങനെ ആ ഒരു തുണീൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ 2 തവണ അടിച്ചു വെക്കുക. അതിന് ശേഷം നമുക്ക് അത് ഷിബ് കവർ ചെയ്യാം. ഇങ്ങനെ 2 സ്റ്റിച്ച് ചെയ്താളേണ്ടി ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് ചിലപ്പോൾ പോരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെറിയ ഇനിയിപ്പോൾ ഇതിലും ചെറുതാണെങ്കിൽ നമുക്ക് 2 ഭാഗത്തും ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഷിബ് 3 രീതിയിൽ അറ്റാച്ച് ചെയ്യേണ്ട വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്, വലത്ത് ഭാഗത്തല്ല, ഇടത് ഭാഗത്താണ്. അത് നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യണമല്ലോ അല്ലെങ്കിലും യൂസ് ചെയ്യണമല്ലോ ആവുമല്ലോ. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് റെഡിയാക്കി, അതുപോലെ ഷിബ് കവർ ചെയ്ത് കൈയും സെറ്റപ്പ് ആക്കി. ഇനി നമുക്ക് പൈപ്പിംഗ് നെക്ക് മാത്രമേ ക്ലിയർ ആക്കാനുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് വേറെ രീതിയിലെല്ലാം ചെയ്യാതെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇത് 4 പീസ് എടുക്കണം നമ്മൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കുറച്ച് ഹൈറ്റ് കുറവുള്ള ആളായതുകൊണ്ടാണ് ഇത്രയും പീസ് കിട്ടിയിട്ടുള്ളത്, അല്ലാത്തവർക്ക് ഇത്ര പീസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, നൈറ്റിൻ്റെ പീസ് ഈ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതേ കളറിലുള്ള ലൈനിങ്ങോ അതല്ലെങ്കിൽ ഇതേയൊക്കെ ഒരു കളറിൽ വരുന്ന നൈറ്റിയുടെ വേറെ പീസോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗത്തിടുക. എന്നിട്ട് 2 പീസ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിത് കട്ട് ചെയ്യേണ്ടൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അതേ കണക്ക് ഈ അരികുകൾ എത്തുമ്പോൾ ഇങ്ങനെ സൂചിയുടെ പോയിൻ്റ് മാറ്റാൻ മറക്കരുത്, അല്ലെങ്കിൽ അതൊരു സ്ക്വയറായിട്ട് ഇത്ര വൃത്തിയിൽ കിട്ടൂല. 290 ആകുമ്പോൾ അത് മാത്രം കിട്ടൂല. പക്ഷെ ഇത് ഹൈറ്റ് ഇല്ലാത്ത പോലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിക്കലും ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്തോ അതല്ലെങ്കിൽ വേറെ നൈറ്റിയിൽ നമ്മൾ അടിച്ചതിൻ്റെ ബാക്കി പീസുകളൊക്കെ വരുമ്പോൾ അതൊന്നും ഒഴിവാക്കരുത്. അതൊക്കെ നമുക്ക് വേറെ നൈറ്റിക്ക് ഇതുപോലെ ഫ്രണ്ട് നെക്കിനോ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ ബാക്ക് നെക്കിന് ചെയ്ത പോലെ ഇതിൻ്റെ ഈ അരികു ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ടത് മടക്കി അടിക്കണം. പതിച്ചടിക്കണം. ഇതാ ഇതുപോലെ നോക്കുക. എന്നിട്ട് അതിങ്ങനെ മറിച്ചെടുക്കുക. ഇനി ഈ ഒരു രീതിയിലുള്ള വീഡിയോ ഇനി ഇടൂല, അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവാ. 2 ഭാഗവും ഇതുപോലെ മറിച്ച് വെക്കുക. ഇതിപ്പോൾ ഇതോ ക്ലോത്ത് തന്നെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മറിച്ച ഭാഗം മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ അത് മനസ്സിലാവും. ഇത് പുറത്തേക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ 2 ഭാഗത്ത് നമ്മുടെ കമ്പനിയുടെ ലേബലൊക്കെ വരുമ്പോൾ അതൊക്കെ ഉൾഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. പക്ഷേ ഇത് ഞാൻ ആവാത്തത് നമുക്ക് ഇത് ഷിബിൻ്റെ ഇത് കവർ ചെയ്യുമ്പം അത് ഉൾഭാഗത്തേക്ക് പോയിക്കോളെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതങ്ങനെ നമ്മളെ നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ഷിബിൻ്റെ ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച് വേണമെങ്കിൽ നമുക്ക് മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇത് അടിഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ വൃത്തി തോന്നും. മുകളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതി ഷിപ്പ്. അങ്ങനെ ആകുമ്പോൾ പക്ഷേ പൈപ്പിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് വരണ്ടാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അത് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ മോഡലാവും. ഈ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഉൾഭാഗത്തേക്ക് വെച്ചിട്ടാണ്. അതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കാത്തത്. ഇവിടെ ഉള്ളവരൊക്കെ റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സാണ്. ഒരു പറയുന്ന മോഡലിൽ വേണം. അപ്പോൾ അത് നമുക്കിങ്ങനെ പതിച്ചടിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇങ്ങനെ ഷിബിൻ്റെ ഈ ഭാഗം ഷിബ് ആദ്യം തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ആ പോയിൻ്റ് എത്തുമ്പോൾ നിർത്തുക. ഇവിടെ 2 പ്രാവശ്യം അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഷിബ് പെട്ടെന്ന് പോരും. നമ്മൾ ബിസിനസ് കിട്ടണ വേറൊരു കാര്യം കൂടിയാണിത്. ചിലവരൊക്കെ പറയാം ഓളടുത്ത് മാക്സി എടുത്താൽ കീറിയാലും തൊക്ക് വിടൂല എന്നറിയും. അതിൻ്റെ കാരണം അതാണ്. നമ്മൾ 2-3 പ്രാവശ്യം ഷിബിൻ്റെ ഭാഗം ഒക്കെ 2-3 പ്രാവശ്യം എക്സ്ട്രാ ഡബിൾ സ്റ്റിച്ച് എന്നുള്ളത് വേണ്ട, ത്രിബിൾ തന്നെ ആക്കുക. ഷിബിൻ്റെ ഭാഗം അതുപോലെ കൈക്കുയിൻ്റെ ഭാഗമൊക്കെ. മറ്റേ ഇതിങ്ങനെ ഈ തൊക്ക് വിടേണ്ട അടിച്ചാൽ നടക്കണം. വല്യമാരെ വർത്താനാണ്, അടിച്ചാൽ നടക്കണം. അതിനൊന്നും നിൽക്കണ്ട, എൻ്റെ അടുത്ത് നിർത്താൽ വെച്ചിട്ടാണ്. അല്ല അപ്പോൾ ഇവിടെ ചെമ്മാട്ടങ്ങാടിയിൽ നിന്ന് മാക്സി കിട്ടാഞ്ഞിട്ടൊന്നും അല്ല എന്നറിയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ലേബൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
എന്നിട്ട് ബാക്കിയുള്ളത് ഇതാ ഈ ഷിബിൻ്റെ ഈ ഭാഗത്തേക്കും കൂടി അടിച്ചിട്ട് ചേർക്കുക. ഇപ്പം നമ്മളെ പകുതി മുക്കാൽ പണി കഴിഞ്ഞത്. ഇത്രയും സിമ്പിളാണ്. ചില ആൾക്കാർ ഇത് വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ്. നമ്മളിത് മനസ്സിലാവാതെ ഇങ്ങനെ നിന്നിട്ടാണ് അങ്ങനെ പതിച്ചടച്ചു കൊടുത്തപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് പൈപ്പിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. ഇത് തൽക്കാലം ഞാൻ പൈപ്പിംഗ് വെച്ചിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യും കൂടി നോക്കാം. അതുപോലെ തന്നെ ഷിബിൻ്റെ കാര്യം ചിലർ പറയും അടിഭാഗം വരെ ഷിബ് നീളം വേണമെന്ന്. പാലൊടിക്കാനൊക്കെ ഉണ്ടാകേണ്ട ആൾക്കാരാകുമ്പോൾ ഓരോ വല്യമ്മമാരാകുമ്പോഴും ഓൽക്ക് എപ്പോഴും ചൊറിച്ചിലും പൊറച്ചിലും ഒരു ചൂടുമ്പോയേക്കാരം. അങ്ങനെയുള്ളവർക്ക് നല്ല നീളം വേണ്ട ഒരു ഷിബ്. പക്ഷേ ഇതധികം നീളം വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ബാക്കി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ പൈപ്പിങ്. ഇത് നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നൊക്കെ കിട്ടും. മൊത്തത്തിലുള്ള വലിയ ഒരു റോളുണ്ട്. അതിന് 198 രൂപയാണ് വലിയ റോള്. ഞാൻ അതാണ് വാങ്ങാറുള്ളത്. ഇനി ഇതിൻ്റെ അതിൻ്റെ പകുതിയുള്ള റോളുണ്ട് 85 രൂപ. ഇനി മീറ്റർ വെച്ചിട്ടാണെങ്കിൽ 8 രൂപയാണ് ഇതിന് ഇങ്ങനെയുള്ളതിന് കിട്ടുക. ഇതാണ് എളുപ്പം. ഇനി അതല്ലെങ്കിൽ നമുക്ക് 50 രൂപേൻ്റെ റോള് മാത്രമായിട്ട് കിട്ടാനുണ്ട്. ഈ പൈപ്പിങ് മാത്രമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് പീസ് കളറൊക്കെ വെച്ച് കൊടുക്കാം. ചിലർ നൈറ്റിൻ്റെ അതേ കളർ തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. ചിലർക്ക് പൈപ്പിങ്ങിൻ്റെ റോൾ ഉണ്ടായാലും നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കാലിൻ്റെ ഒക്കെ പൈപ്പിംഗ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം. ചിലർ കയ്യിനും പൈപ്പിംഗ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഓരോരുത്തരും ഓരോരോ വ്യത്യസ്ത ഇതിലുള്ള ആളുകളാണ്. പൈപ്പിങ്ങിന് ഇങ്ങനെ മറിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഇതിങ്ങനെ കവർ ചെയ്തിട്ട് പോവുക. കുറച്ച് പോയിൻറ്റുകളിൽ നിന്ന് സൂചിൻ്റെ ഇത് മാറ്റാൻ മറക്കണ്ട. അങ്ങനെ ആ രീതിയിൽ അങ്ങനെ മൊത്തത്തിൽ അടിച്ചു കൊടുക്കുക. ഇതിവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇതിൻ്റെ ഷിബിന് ഇത്രയും ഇത് മതി. നമുക്ക് പൈപ്പിങ് ചെയ്തതിന് ഷിബ് വലിപ്പം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, വലിപ്പം കൂടുതലുള്ള ഷിബാകുമ്പോൾ നമ്മൾ ഈ പൈപ്പിങ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഷിബ് വെച്ച് കൊടുത്താൽ മതി. ഇത് ഷിബ് ചെറുതായതുകൊണ്ടാണ് ഞാൻ പൈപ്പിങ്ങിൻ്റെ മുന്നിൽ ഷിബ് ചെയ്തത് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഷിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ആദ്യം ഷിബ് അറ്റാച്ച് ചെയ്യേണ്ട. നീളക്കൂടുതലുള്ളതാവുമ്പോൾ ആ ഒരു ഭാഗം വീഡിയോ എടുത്തതിൽ വിട്ടുപോയി. ഇതാ ഫ്രണ്ട് പീസ് നമ്മൾ പൈപ്പിംഗ് എടുത്ത് ചെയ്തതിന് ശേഷം അതിൻ്റെ അരികുകളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. നേരത്തെ ബാക്ക് പീസിനൊക്കെ ചെയ്ത പോലെ. എന്നിട്ട് അത് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ബാക്ക് പീസിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അടിക്കുകയാണ്, അല്ലാതെ മറിച്ചടിക്കല്ലത്. ആ ഒരു ഭാഗം എന്താ പറയുക, വീഡിയോയിൽ അത് വിട്ടു പോയതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അടിച്ച് റെഡി ആയാലും പീസ് ഇല്ലാത്തവർക്കൊക്കെ ബാക്ക് നെക്ക് അടിക്കാനും അതുപോലെ ഷിബ് കവർ ചെയ്യാനൊക്കെ ഈ പീസ് എടുക്കുക. ആദ്യം ഫ്രണ്ട് നെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ശേഷം ഷിബ് വെക്കണവർക്കൊക്കെ എന്ത് ചെയ്താൽ മതി, ഈ പീസ് എടുത്താൽ മതി. ഷിബ് കവർ ചെയ്യാൻ ഇത്രയും പീസ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഈ അരികുള്ള ഈ ഭാഗം കൂട്ടിയിട്ടും ബാക്ക് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഒക്കെ ആ ചെറിയ പീസൊക്കെ കൂട്ടിയിട്ട് ബാക്ക് നെക്ക് അടിക്കാൻ എടുക്കുക. അതാ ഷിബ് ഇങ്ങനെ കവർ ചെയ്യാതെ കണ്ട അതിൻ്റെ മുകളിൽ ഈ പൈപ്പിംഗ് ഇങ്ങനെ സെറ്റപ്പ് ആക്കിയതിൻ്റെ ശേഷം ഷിബ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ചെറിയ പീസും കൂടി വെച്ച് കൊടുത്താലൊന്നും അറിയില്ല. പൈപ്പിംഗ് ചെയ്ത ഇതിന് ശേഷം അരികു വെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ അത് വെച്ചിട്ടാണ്ട് അടിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഉൾഭാഗം എന്നാൽ പിന്നെ നിങ്ങൾക്ക് കഴുത്ത് കുറഞ്ഞ് അത് അടിച്ചതിൻ്റെ ശേഷം നേരെ തന്നെയാണ് നിൽക്കേണ്ടതെന്നൊക്കെ ലെവലാക്കിയതിൻ്റെ ശേഷം ഉൾഭാഗം വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് അടിക്കണവർക്ക് ഏറ്റവും നല്ലത് ഈ ഒരു രീതിയാണ്. ഒരുവിധം സെറ്റപ്പാണ് വരെ ഞാനിങ്ങനെയാണ് ചെയ്തിൻ്റെ. ഇനി മറിച്ചടിച്ച് കൊടുക്കേണ്ടതൊക്കെ ഓരോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഷോൾഡർ ഇങ്ങനെ 2 തവണയായിട്ട് കൂട്ടി കൊടുക്കുക. ഷോൾഡർ അടിക്കുമ്പോൾ 2 തവണ ഇവിടെ അറ്റ ഭാഗത്ത് നല്ലോണം കെട്ടിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു 1/4 ഇഞ്ച് പോലെ ചെരിച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യുക. ഇനി നമുക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നേരത്തെ അടിച്ച് വെച്ചതുണ്ട്. എന്നിട്ട് അത് പകുതിയാക്കി മടക്കിയിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. ഒരു വെട്ടണം. എന്നിട്ട് ആ ഭാഗം എന്ത് ചെയ്യുക, ഷോൾഡറിൻ്റെ ആ അരുഭാഗം വരുന്ന ഷോൾഡറിൻ്റെ ആ അടി വരുന്ന അവിടെ മുതൽ കൈ ഏച്ച് കൊടുക്കുക. എന്നാൽ കൈ അളവിന് കറക്റ്റായിട്ട് കിട്ടും. ചിലരൊക്കെ പറയലുണ്ട് കൈ ഇങ്ങനെ പിരിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. അതിൻ്റെ കാരണം അതാണ്. ഷോൾഡറിൻ്റെ ആ അടിഭാഗം വരുന്നതും കൈയിൻ്റെ നടുഭാഗം വരുന്നതും ഒരുപോലെ അല്ലെങ്കിൽ നൈറ്റിൻ്റെ കൈ പിരിഞ്ഞും കൊണ്ടിരിക്കും. അതുപോലെ അളവിൻ്റെ കാര്യത്തിലും സംശയം വേണ്ട. എന്ത് ചെയ്യും, നടുഭാഗത്ത് നിന്ന് അടിച്ച് തുടങ്ങിയിട്ട് ഒരു ഭാഗം മുഴുവനാക്കിയിട്ട് മറ്റേ ഭാഗത്തേക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ചിലർ ഈ അടിഭാഗത്തുനിന്ന് തുടങ്ങിയാൽ പിന്നെ ഷോൾഡറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കാണ്ട് അത് ലെവലില്ലാതാവും.
അതിൽ മൊത്തത്തിലാണ്ട് കൂട്ടി അടിച്ചു കൊടുക്കുക. കൂട്ടി അടിച്ചു കൊടുക്കുമ്പം അടിഭാഗത്ത് നിന്ന് തുടങ്ങുക. കൈഭാഗത്ത് നിന്ന് തുടങ്ങിയാലും ഇതുപോലെ ഈ നമ്മുടെ ആം ഹോളിൻ്റെ കൈക്കുയിൻ്റെ ഭാഗം 2 വിധത്തിലായാൽ അടി കറക്റ്റ് ആവില്ല. ഇപ്പോഴാണ് അടിഭാഗത്ത് ഏറ്റക്കുറച്ചിൽ വരൽ. ഇനി അടി മടക്കി അടിക്കുക. അടി മടക്കി അടിക്കുമ്പോൾ ഒന്നായിട്ട് ആദ്യം തന്നെ മടക്കി വെക്കരുത്. കുറച്ചായിട്ട് മടക്കി കൊണ്ടുവരിക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർന്നെന്ന് വിശ്വസിക്കണം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമൻ്റായിട്ട് തന്നെ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ ഇന്ന് വൈകിട്ട് ബിറ്റിൻ്റെ ആളുകൾ വരുന്നുണ്ട്. വേണ്ടവർ വേഗം ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.